എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്വാതന്ത്ര്യ ദിനമായിട്ട് ബേസ് ചെയ്ത അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിട്ട് ബേസ് ചെയ്ത ഒരു 50 ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന്റെ ഒരു പാർട്ട് 2 വീഡിയോ കൂടെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ സ്വാതന്ത്ര്യ ദിനത്തിന്റെ 100 ചോദ്യങ്ങളായിരിക്കും ഈ 2 വീഡിയോസിലായിട്ട് പഠിക്കുന്നത്. അപ്പൊ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. നമുക്കിപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് ഡയറക്റ്റ് പോകാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം ഉത്തർപ്രദേശിലെ മീററ്റ്. രണ്ടാമത്തെ ചോദ്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടതെന്നാണ്? 1857 മെയ് 10-നാണ്. മൂന്നാമത്തെ ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ നാഷണൽ റിവോൾട്ട് എന്ന് വിശേഷിപ്പിച്ചതാരാണ്? കാറൽ മാർക്സ്. എന്താണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ നാഷണൽ റിവോൾട്ട് എന്ന് വിശേഷിപ്പിച്ചത്? കാറൽ മാർക്സ് ആണ്. നാലാമത്തെ ചോദ്യം, ഡെവിൾസ് വിൻഡ് ചെകുത്താന്റെ കാറ്റെന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച സംഭവം ഏതാണ്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം, അതായത് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അഞ്ചാമത്തെ ചോദ്യം, ശിപായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച സമരം ഏതാണ്? അതും ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. ആറാമത്തെ ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെ. ഏഴാമത്തെ ചോദ്യം, 1857 സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? വി ഡി സവർക്കർ. എട്ടാമത്തെ ചോദ്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം നൽകിയതാരാണ്? ഹസ്രത് മഹൽ. ഒൻപതാമത്തെ ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയതാരാണ്? നാനാ സാഹിബ്. നമ്മുടെ പത്താമത്തെ ചോദ്യം, 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആരാണ്? നാനാ സാഹിബ്. 11ാമത്തെ ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ചിഹ്നമായി കണക്കാക്കുന്നത് എന്താണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ചിഹ്നമായിട്ട് കണക്കാക്കുന്നത് താമരയും ചപ്പാത്തിയും. 12ാമത്തെ ചോദ്യം, 1857 വിപ്ലവത്തെ ശിപായി ലഹള എന്ന് വിളിച്ചതാരാണ്? നമ്മൾ പറയാം ബ്രിട്ടീഷുകാരാണ് വിളിച്ചതെന്ന്. അതിൽ ആരാണ് അങ്ങനെ വിളിച്ചത്? ജോൺ ലോറൻസ്. 13ാമത്തെ ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ചതാരാണ്? താന്തിയ തോപ്പി. കേരളത്തിൽ ബ്രിട്ടീഷിനെതിരെ ഗറില്ല യുദ്ധമുറ ഉപയോഗിച്ച് ഫൈറ്റ് ചെയ്ത ഫ്രീഡം ഫൈറ്റർ ആരാണ്? പഴശ്ശിരാജയാണ്. ഓക്കെ, ഓർത്തിരിക്കുക. 14ാമത്തെ ചോദ്യം, ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ടത് എന്നാണ്? 1885. 15ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പൊ ഇന്ത്യയുടെ ഗ്രാൻഡ് ഓൾഡ് മാൻ ആരാണ്? ദാദാഭായ് നവറോജി ആണെന്ന് ഓർത്തിരിക്കുക. 16ാമത്തെ ചോദ്യം, കോൺഗ്രസിന്റെ രൂപവത്കരണ സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടാണ്? ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചിട്ടാണ് കോൺഗ്രസിന്റെ രൂപവത്കരണ സമ്മേളനം നടന്നത്. 17ാമത്തെ ചോദ്യം, ഏത് രോഗം പടർന്നു പിടിച്ചത് കാരണമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളന വേദി പൂനെയിൽ നിന്ന് മുംബൈയിലേക്ക് മാറ്റിയത്? പ്ലേഗ്. 18ാമത്തെ ചോദ്യം, കോൺഗ്രസിന്റെ രൂപവത്കരണ സമ്മേളനത്തിൽ എത്ര പ്രതിനിധികൾ പങ്കെടുത്തു? 72 പ്രതിനിധികൾ. 19ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകനാരാണ്? അലൻ ഒക്ടാവിയൻ ഹ്യൂം, AO ഹ്യൂം. 20ാമത്തെ ചോദ്യം, കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? WC ബാനർജി. നമ്മുടെ 21ാമത്തെ ചോദ്യം, കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? WC ബാനർജി. നമ്മുടെ 22ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ ആരാണ്? പട്ടാഭി സീതാരാമയ്യ. 23ാമത്തെ ചോദ്യം, രാജ്യദ്രോഹത്തിന്റെ ഫാക്ടറി എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച സംഘടന ഏതാണ്? അല്ലെങ്കിൽ വിശേഷിപ്പിച്ച സംഘടന ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. 24ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കെ വധിക്കപ്പെട്ട ആദ്യ വ്യക്തി ആരാണ്? ഇന്ദിരാഗാന്ധി. 25ാമത്തെ ചോദ്യം, മൈക്രോസ്കോപ്പിക് മൈനോരിറ്റി എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞത് ആരാണ്? ഡഫ്രിൻ പ്രഭു. 26ാമത്തെ ചോദ്യം, കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ സംഭവം എന്ന് ചരിത്രകാരന്മാർ എന്തിനെയാണ് വിശേഷിപ്പിക്കുന്നത്? സൂറത്ത് പിളർപ്പിനെയാണ്, അതായത് സൂറത്ത് സ്പ്ലിറ്റ്. 27ാമത്തെ ചോദ്യം, കോൺഗ്രസിന്റെ പേരിനോട് നാഷണൽ എന്ന് കൂടി ചേർക്കപ്പെട്ട വർഷം ഏതാണ്?
1891 നാഗ്പൂർ സമ്മേളനം. 28ാമത്തെ ചോദ്യം, 1993 കോൺഗ്രസ് പ്രസിഡന്റായ വനിത നെല്ലി സെൻഗുപ്ത. 29ാമത്തെ ചോദ്യം, ഇന്ത്യക്കാരനല്ലാത്ത ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ്? ജോർജ് യൂൾ. നമ്മുടെ 30ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? ദാദാഭായ് നവറോജി. 31ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായ ആദ്യ ദക്ഷിണേന്ത്യൻ നഗരം ഏതാണ്? ചെന്നൈ. 1887 ഇത് ദക്ഷിണേന്ത്യൻ സമ്മേളനം ചെന്നൈയിൽ നടക്കുന്നത്. 32ാമത്തെ ചോദ്യം, കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ വനിത ആരാണ്? ആനി ബസന്റ്. 1917. 33ാമത്തെ ചോദ്യം, കോൺഗ്രസ് പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? സരോജിനി നായിഡു. 1925. 34ാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഏത് സംഭവത്തിലാണ് 2019 ബ്രിട്ടൻ ഖേദം പ്രകടിപ്പിച്ചത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത് 1919. 35ാമത്തെ ചോദ്യം, ജാലിയൻ വാലാബാഗിൽ രക്തസാക്ഷികളായവരുടെ ഓർമ്മയ്ക്കായി നിർമ്മിക്കപ്പെട്ട സ്മാരകം 1961 ഉദ്ഘാടനം ചെയ്ത രാഷ്ട്രപതി? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ജാലിയൻ വാലാബാഗ് സംഭവത്തെ അങ്ങേയറ്റം ലജ്ജാവഹം എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ഡേവിഡ് കാമറൂൺ. 37ാമത്തെ ചോദ്യം, പൈശാചികമായ സംഭവം എന്ന് ജാലിയൻ വാലാബാഗ് സംഭവത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? വിൻസ്റ്റൺ ചർച്ചിൽ. 38ാമത്തെ ചോദ്യം, ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കിയെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? മഹാത്മാഗാന്ധി. 39ാമത്തെ ചോദ്യം, ബ്രിട്ടീഷ് ഇന്ത്യയുടെ ചരിത്രത്തിലെ കറുത്ത ദിനമെന്ന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ വിശേഷിപ്പിച്ചത്? വാലന്റൈൻ ഷിറോൾ. 40ാമത്തെ ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പ്രിവെന്റീവ് മർഡർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? എഡ്വിൻ മൊണ്ടേഗു. 41ാമത്തെ ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ റൂത്ത്ലെസ് മർഡർ എന്ന് വിശേഷിപ്പിച്ചത്? CF ആൻഡ്രൂസ്. അടുത്ത ചോദ്യം, ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാൻ എന്ന വ്യാജേന പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷ് പാർലമെന്റ് 1919 പാസാക്കിയ നിയമം ഏതാണ്? റൗലറ്റ് നിയമം അഥവാ റൗലറ്റ് ആക്ട്. 43ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ രാഷ്ട്രീയ തീവ്ര ദേശീയവാദത്തെ വിലയിരുത്താൻ 1917 നിലവിൽ വന്ന റൗലറ്റ് കമ്മിറ്റിയുടെ തലവനാരാണ്? ജസ്റ്റിസ് സിഡ്നി റൗലറ്റ്. 44ാമത്തെ ചോദ്യം, റൗലറ്റ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ നിലവിൽ വന്ന നിയമമാണ് ഏത്? അനാർക്കിക്കൽ ആൻഡ് റവല്യൂഷണറി ക്രൈം ആക്ട്. അതാണ് റൗലറ്റ് ആക്ട് എന്നറിയപ്പെടുന്നത്. 45ാമത്തെ ചോദ്യം, റൗലറ്റ് ആക്ട് നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം? 1919 മാർച്ച് 10. 46ാമത്തെ ചോദ്യം, റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിക്കാൻ ഗാന്ധിജി 1919 ആരംഭിച്ച സംഘടനയുടെ പേരെന്താണ്? സത്യാഗ്രഹ സഭ. 47ാമത്തെ ചോദ്യം, റൗലറ്റ് നിയമത്തിനെതിരെ സത്യാഗ്രഹ പ്രതിജ്ഞ തയ്യാറാക്കിയത്? മഹാത്മാഗാന്ധി. 48ാമത്തെ ചോദ്യം, റൗലറ്റ് നിയമത്തിനെതിരായി ഗാന്ധിജി രാജ്യമെമ്പാടും ഹർത്താൽ ആചരിക്കാൻ ആഹ്വാനം ചെയ്തത് 1919 ഏപ്രിൽ 6. 49ാമത്തെ ചോദ്യം, കുപ്രസിദ്ധമായ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന ദിവസം? 1919 ഏപ്രിൽ 13. നമ്മുടെ അവസാനത്തെ ചോദ്യമാണ്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം? പഞ്ചാബിലെ അമൃത്സർ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുകയാണ്. ഇതിന്റെ പാർട്ട് 2 വീഡിയോ നിങ്ങൾ കാണാം. കൃത്യമായിട്ട് സ്വാതന്ത്ര്യത്തിനും ബേസിക്കുള്ള 100 ചോദ്യങ്ങൾ പഠിച്ചു വെച്ചേക്കാം. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം. താങ്ക് യു.